പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രമാക്കാം, ശാന്തമാക്കാം. ഒരു നിമിഷം ശാന്തതയോടുകൂടെ, സമചിത്തതയോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർക്കാം, അനുഭവിക്കാം. നമ്മുടെ പലവിധമായ ചിന്തകളും ആകുലതകളും ഒക്കെ ഒരു നിമിഷം നമുക്കൊന്ന് ശാന്തമാക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതവേളയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട്, പല ഭവനങ്ങളിലും പല ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ ആയിക്കൊണ്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഇപ്രകാരം വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കഴിഞ്ഞ രാത്രികാലവും കഴിഞ്ഞ ഒരാഴ്ചക്കാലവും നീ ഞങ്ങളെ നടത്തിയതിനായി, പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായ ഒട്ടനവധി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിലും ഞങ്ങൾ തളർന്നു പോകാതെ, വീണു പോകാതെ, തകർന്നു പോകാതെ ഞങ്ങളെ കരം പിടിച്ച് മുൻപോട്ട് നയിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ, നീ ഞങ്ങളെ പരിപാലിക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന കുറവുകൾ ഈ പകൽക്കാലം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വിശ്വാസത്തോടുകൂടെ, ഒരുക്കത്തോടുകൂടെ ഇതിൽ സംബന്ധിക്കുന്ന അങ്ങയുടെ പ്രിയമക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് പേരുപേരായി സമർപ്പിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ, ഈ പ്രാർത്ഥനാ വേളയിലും തുടർന്നും അവരോട് അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. അവരുടെ ജീവിത സാഹചര്യങ്ങളോട് അവിടുന്ന് ഇടപെടണമേ, സംവദിക്കണമേ. അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും ഒക്കെ അവിടുന്ന് ഏറ്റെടുക്കണമേ. അതിൽ നിന്നൊക്കെ അവർക്ക് വിടുതൽ നൽകണമേ. പലവിധമായ അസ്വസ്ഥതകളിലും ഭാരങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഈ വിശ്വാസത്തിലുള്ള കൂടിവരവ് കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുവാനും, ഒന്നുകൂടെ പുതുക്കുവാനും, കൂടുതൽ ഊർജ്ജത്തോടുകൂടെ, ബലത്തോടുകൂടെ, ശക്തിയോടും ദർശനത്തോടും കൂടെ ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വരേണ്ടവരെ അവിടുന്ന് കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുകൾ പാടുന്നവരെയും വചനം വായിക്കുന്നവരെയും പ്രസംഗിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ സൂക്ഷിക്കണമേ. എല്ലാം ഞങ്ങൾ തിരുനാമത്തിന് മഹത്വത്തിനായി ചെയ്യുവാൻ, നിർവഹിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ തുടർന്നും സൂക്ഷിക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് മെർലി ആൻറ്റി ഉണ്ടോ? ഓക്കെ. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ മുടങ്ങാതെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട മെർലി ആൻറ്റിയാണ്. മെർലി ആൻറ്റി ഷൊർണൂർ സ്വദേശിയാണ്. നിങ്ങൾ ചിലരെങ്കിലും ഒക്കെ പരിചയപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ആൻറ്റിയാണ് ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം ഷീജ വർഗീസ് 44-ാമത്തെ സങ്കീർത്തനം വായിക്കും, സാം 44. മെർലി ആൻറ്റി പാട്ടുകൾക്ക് നേതൃത്വം നൽകും. ലിങ്ക് അവിടെ എത്തുന്നുണ്ടോ അച്ഛാ? കേക്കാം. റവറൻഡ് ഫാദർ ജോസഫ് സാമുവൽ അച്ഛാ, ദൈവം ദിവസവും വഴി നടത്തിക്കോ, നമ്മളെ ആപത്തിൽ നിന്നെല്ലാം രക്ഷിച്ച് വഴി നടത്തുന്ന
സംബന്ധമായുള്ള ഒരു ഗാനമാണ് ആദ്യമായി പാടുന്നത്. നടത്തിയിടുന്നു, കേൾക്കുന്നില്ലേ? ദൈവം എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഭൗമികനാളുകൾ തീരുമ്പോഴേ ഭദ്രമായി പാലിക്കും പരമനെന്നെ, ഭാരമില്ലാതിലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു, ദൈവം എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ കൂട്ടിനവനെൻ്റെ കൂടെ വരും. കൂടാരമറവിൽ അങ്ങഭയം തരും. നടത്തിയിടുന്നു, ദൈവം എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവനുണ്ടെനിക്ക്, ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസം അവനെനിക്കേകിടുന്നു. നടത്തിയിടുന്നു, ദൈവം എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ശോധനയാൽ ഉള്ളം തകർന്നിടിലും, വേദനയാൽ തങ്ങൾ നിറഞ്ഞിടിലും, ആനന്ദമാം പരമാനന്ദമാം ആനന്ദ സന്തോഷത്തിൻ ജീവിതമാ. നടത്തിയിടുന്നു, ദൈവം എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾതോറും, തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. അച്ഛാ, രണ്ടാമത്തെ പാട്ട് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ സ്വർഗീയ മർമ്മങ്ങളെ എടുത്തു പറയുന്ന ഗാനമാണ്. അതിന് ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട് ആന്റി? യെസ് യെസ്. ആരാരിവർ ആസംഖ്യജനമാ പരാക്രമശാലികളിവരാർ, വെള്ളയങ്കി പൂണ്ടൂരാർ, വെള്ളോല പീഡിച്ചാർ, വൻകൂട്ടക്കാരോ വീണ്ടെടുക്കപ്പെട്ടവർ, സങ്കടങ്ങൾ ഏറ്റവർ, തങ്കച്ചോരയൊഴുക്കിയതിലെന്നവർ,
അങ്കികൾ വേളുപ്പിച്ചോർ ആരാരിവർ എവിടെ നിന്നവർ ദൂരെ വഴി പോകരെ പോലിവർ ദേവാസ്ഥാനം ആണെന്ന ദേവസുതരീവരാ വൻകൂട്ടക്കാരോ വീണ്ടെടുക്കപ്പെട്ടവർ സങ്കടങ്ങൾ ഏറ്റവർ തങ്കച്ചോരയൊഴുക്കിയതിലെന്നവർ അങ്കികൾ വേളുപ്പിച്ചോർ ആരാരിവർ രക്ഷാസംഗീതക്കാർ പരമദേവനെ രക്ഷയെന്നാർ മഹാവിളംബരക്കാർ മഹാശബ്ദം ഇട്ടതാർ വൻകൂട്ടക്കാരോ വീണ്ടെടുക്കപ്പെട്ടവർ സങ്കടങ്ങൾ ഏറ്റവർ തങ്കച്ചോരയൊഴുകിയതിലെന്നവർ അങ്കികൾ വേളുപ്പിച്ചോ ജീവന്റെ നീരുറവഴികിലാർ ജീവവൃക്ഷത്തിനരികത്തുമാർ ഭൃഷ്ടനഭൂതികളാർ കഷ്ടം അവർക്കില്ല പോൽ വൻകൂട്ടക്കാരോ വീണ്ടെടുക്കപ്പെട്ടവർ സങ്കടങ്ങൾ ഏറ്റവർ തങ്കച്ചോരയോ അതിലെന്നവർ അങ്കികൾ വേളുപ്പിച്ചോർ ആൻറ്റി, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഷീജ സങ്കീർത്തനം വായിക്കും. 44-ാം സങ്കീർത്തനം, Psalm 44. Psalm 44. We have heard it with our ears, O God. Our ancestors have told us what you did in their days, in days long ago. With your hand you drove out the nations and planted our ancestors. You crushed the peoples and made our ancestors flourish. It was not by their sword that they won the land, nor did their arm bring them victory. It was your right hand, your arm, and the light of your face, for you loved them. You're my King and my God, who decrees victories for Jacob. Through you, we push back our enemies. Through your name, we trample our foes. I put no trust in my bow. My sword does not bring me victory. But you give us victory over our enemies. You put our adversaries to shame. In God, we make our boast all day long, and we will praise your name forever. But now you have rejected and humbled us. You no longer go out with our armies. You made us retreat before the enemy, and our adversaries have plundered us. You gave us up to be devoured like sheep, and have scattered us among the nations. You sold your people for a pittance, gaining nothing from their sale. You have made us a reproach to our neighbors, the scorn and derision of those around us. You have made us a byword among the nations. The peoples shake their heads at us. I live in disgrace all day long, and my face is covered with shame at the taunts of those who reproach and revile me because of the enemy who is bent on revenge. All this came upon us, though we had not forgotten you.
we had not been false to your covenant. Our hearts had not turned back. Our feet had not strayed from your path. But you crushed us and made us a haunt for jackals. You covered us over with deep darkness. If we had forgotten the name of our God or spread out our hands to a foreign God, would not God have discovered it, since he knows the secret of the heart? Yet, for your sake, we face death all day long. We are considered as sheep to be slaughtered. Awake, Lord, why do you sleep? Rouse yourself. Do not reject us forever. Why do you hide your face and forget our misery and oppression? We are brought down to the dust. Our bodies cling to the ground. Rise up and help us. Rescue us because of your unfailing love. This is the word of the Lord. Thanks be to God. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പാസമയം ദൈവാസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. ഒരു പ്രാവശ്യം കൂടെ പ്രകാരം ഒരു വെള്ളിയാഴ്ച കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ ജീവിതത്തെ കാത്തു പരിപാലിക്കുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിലൊക്കെ ദൈവം നമ്മെ അതിശയകരമായി, അത്ഭുതകരമായി കാത്തു പരിപാലിച്ച് വഴി നടത്തുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ആയുസ്സിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇടപെട്ട് നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും മണ്ഡലങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നുപോയ കുറവുകളും കുറ്റങ്ങളും എല്ലാം നമുക്ക് ഒരു നിമിഷം ഓർക്കാം. നമ്മുടെ വാക്കുകളിൽ, ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ, മനോഭാവങ്ങളിൽ ഒക്കെ വന്നുപോയ വീഴ്ചകൾ അറിഞ്ഞോ അറിയാതെയോ, ബോധപൂർവമായോ അല്ലാതെയോ, അതെല്ലാം ഓർത്ത് ദൈവത്തോട് ദൈവസന്നിധിയിൽ നമുക്ക് അനുദപിക്കാം, പശ്ചാത്തപിക്കാം. നമ്മുടെ കുറവുകളെയൊക്കെ ദൈവം തൻ്റെ കൃപയാൽ നമ്മളോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ. കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തികളായി, ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ സഭ, നമ്മുടെ ഇടവക. ദൈവത്തെ അറിയുവാനും പരസ്പരം അറിയുവാനും കൂട്ടായ്മയിലൊക്കെ ജീവിപ്പാനും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്നും ദൈവത്തിൻ്റെ കൃപയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഭയായി സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധിക്കുന്ന, സാക്ഷിക്കുന്ന, പരസ്പരം സഹകരിക്കുന്ന, പങ്കുവയ്ക്കുന്ന ചുറ്റുപാടുകളോട് കർത്താവിൻ്റെ സ്നേഹവും സുവിശേഷവും ഒക്കെ അറിയിക്കുന്ന സഭയായി കർത്താവ് നമ്മെ നിരന്തരം രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ കൂട്ടങ്ങളും കൂട്ടായ്മകളും ആരാധനകളും എല്ലാം ഓർക്കാം. നമ്മുടെ ഞായറാഴ്ച ആരാധനകൾ, ഓൺലൈൻ പ്രാർത്ഥനകൾ, സാറ്റലൈറ്റ് വർഷിപ്പ്, നമ്മുടെ കോട്ടേജ് പ്രയറുകൾ, നമ്മുടെ സഭയിലെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കുഞ്ഞുങ്ങൾക്കുമായിട്ടുള്ള കലാമേള നടത്തപ്പെടുകയാണ്. അത് ഏറ്റവും
നന്നായി ഭംഗിയായി നടത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭവനങ്ങളെയും നമുക്ക് ഓർക്കാം. ഹൈദരാബാദിന്റെ പല സ്ഥലങ്ങളിലും ഒക്കെയാണ് വിദേശത്തുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, മറ്റ് സിറ്റികളിലൊക്കെ പാർക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ സഭ ഒരു വളരെ വിശാലമായ സഭയാണ്. ആ കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ കാക്കണമേ, പരിപാലിക്കണമേ. അവരുടെ ജീവിതത്തിന്റെ വലുതും ചെറുതുമായ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ മുതിർന്ന സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഓർക്കാം. പ്രായത്തിൻ്റെതായിട്ടുള്ള ബലഹീനതകളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവർ അനേകരുണ്ട്. മറ്റുള്ളവരുടെ കരുതലിലും ശുശ്രൂഷയിലും ഒക്കെ പാർക്കുന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് ഓർത്ത് അവരുടെയൊക്കെ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കെ സി ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിനെ ഓർക്കാം. നാട്ടിലായിരിക്കുന്ന മേരി ജോൺ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മലേഷ്യയിലായിരിക്കുന്ന ജെസി തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ജോൺ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പാർക്കുന്ന കുഞ്ഞുങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ ശുശ്രൂഷയിലൊക്കെ പാർക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെല്ലാം ബലപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജേക്കബ് അങ്കിളിന് വേണ്ടിയിട്ടും അന്നമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും കുടുംബമായിട്ട് പ്രാർത്ഥിക്കാം. ലില്ലി ആൻറ്റിക്ക് വേണ്ടിയിട്ടും കുരുവിള അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. സുശീൽ ആൻറ്റിക്ക് വേണ്ടിയിട്ടും രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. ചാച്ചമ്മ ആൻറ്റിക്കായും ഫിലിപ്പ് അങ്കിളിനായിട്ടും പ്രാർത്ഥിക്കാം. ലിസി ആൻറ്റിയെയും ഷമലൂട്ടി അങ്കിളിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവർക്ക് ശാരീരികമായ പരിമിതികളും ബലഹീനതകളും ഉണ്ട്. അവരെ പ്രത്യേകം ഓർക്കാം. ലിസി ആൻറ്റിയെയും എ സി എബ്രഹാം അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പുഷ്പ ആൻറ്റിയെയും റോയ് അങ്കിളിനെയും ഓർക്കാം. പ്രത്യേകിച്ച് റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശാരീരികമായ ബലഹീനതകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്കിളിനും ദേവാലയത്തിൽ വരാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും ഭവനത്തിൽ ദൈവം പ്രിയാങ്കിളിനെ സൂക്ഷിക്കുന്നു. ദൈവം ആ കുടുംബത്തെ ബലപ്പെടുത്തണമേ. അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും ദൈവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്നല്ലോ. കണ്ണിന് കാഴ്ച കുറവ് ഉള്ള ആലിസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഇവിടൊപ്പമായിരിക്കുന്ന ഇന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ മെർലി ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമായ സീനിയേഴ്സ് ആയിട്ടുള്ള അനുഭവജ്ഞരായിട്ടുള്ള എല്ലാവരെയും ഓർക്കാം. ദൈവം അവരെ എല്ലാം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരെ ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കള്, വേണ്ടപ്പെട്ടവരാരെങ്കിലും ഒക്കെ ബലഹീനതയിലോ ശാരീരികമായ ക്ഷീണത്തിലോ രോഗാവസ്ഥയിലോ ഒക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ആരെങ്കിലും സവിശേഷമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെയെല്ലാം നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടുകൂടെ സ്തോത്രത്തോടുകൂടെ സമർപ്പിക്കാം. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ, ജീവിത ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പിഞ്ചു പൈതങ്ങൾ തൊട്ട് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് സഭയ്ക്ക് പിറന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, അവർ തൊട്ട് വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ പഠന കാര്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, റിസർച്ച് ചെയ്യുന്നവർ, ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നവർ എല്ലാവരെയും നോക്കാം. പ്രത്യേകിച്ച് അവർ പഠിക്കുമ്പോൾ
ദൈവം അവർക്ക് ബുദ്ധിയും വിവേകവും ജ്ഞാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. +2 കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾ അഡ്മിഷന്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടായിരിക്കുന്നവരെ ഓർക്കാം. അതുപോലെ തന്നെ മറ്റ് വിദേശങ്ങളിലേക്ക് പോകാനും പഠനത്തിനും ജോലിക്കും ഒക്കെ പോകാനുമായിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ദൈവം പഠനത്തിനനുസരിച്ചുള്ള നല്ല ഉപജീവന മാർഗങ്ങൾ, തൊഴിൽ മണ്ഡലങ്ങൾ, മേഖലകൾ ദൈവം അവർക്ക് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജോലിയില്ലാതെ നമ്മുടെ സഭയിൽ ഭാരപ്പെടുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവർക്ക് വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാംഗമായ ഷെബിൻ എബ്രഹാം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഗൾഫിൽ നിന്ന് വന്ന് വീട്ടിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം മുമ്പ് ഷെബിന് ദുബായിൽ ഒരു നല്ല ജോലി ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഷെബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രവേശിച്ചിരിക്കുന്ന പുതിയ ജോലി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അത് ഭവനത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഏറെ അനുഗ്രഹമായിരിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അലഞ്ഞു തിരിയാൻ ഇടവരാതെ, കഷ്ടപ്പെടാൻ ഇടവരാതെ ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, നല്ല ജോലികൾ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ ഓർക്കാം. അവര് പ്രാർത്ഥനയോടുകൂടെ വിവാഹത്തിന്, കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പലരും ഭയത്തോടു കൂടിയാണ് കുടുംബ ജീവിതത്തെ കാണുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതം ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷെ അത് ഒരുങ്ങി ആത്മാർത്ഥതയോടുകൂടെ നല്ല ബോധ്യത്തോടുകൂടെ അതിൽ പ്രവേശിപ്പാൻ ദൈവം അവരെ ഒരുക്കണമേ. തക്കതായ ജീവിത പങ്കാളികളുടെ ദൈവം ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള, സിംഗിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെയെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതത്തിൽ ദൈവം ആശ്വാസം നൽകി അവരുടെ മുറിവുകളൊക്കെ ഉണക്കി അവരൊക്കെ ജീവിതം മുൻപോട്ട് ധൈര്യത്തോടെ നീങ്ങുവാൻ ജീവിതത്തിൽ അവരെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നിരാശപ്പെട്ടു പോകാതെ, മാറി നിൽക്കാതെ ദൈവം അവർക്ക് നൽകുന്ന അവസരങ്ങളൊക്കെ നന്നായിട്ട് വിനിയോഗിക്കുവാൻ ദൈവം സഹായിക്കണമേ. കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഒരുങ്ങുന്നെങ്കിൽ അതിൽ അവർക്കൊക്കെയുള്ള നല്ല ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ എല്ലാ കപ്പിൾസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിൽ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട്, ജോലിയും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ മാനേജ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സഭയിൽ. ഇതൊരു വലിയ സ്ട്രഗിളാണ്. രണ്ടുപേരും അധ്വാനിക്കാതെ ജീവിക്കുന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി ക്രമീകരിച്ച് ജീവിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവർക്ക് തലമുറകളെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരുപക്ഷെ അതിൽ നിരാശയിൽ കഴിയുന്നവരുണ്ടാകാം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകാം. ദൈവം എല്ലാവരുടെയും മനസ്സ് കാണുന്നു. ദൈവം നമ്മെ മറ്റാരും അറിയുന്നതിലും അധികമായി നമ്മെ ആഴത്തിൽ അറിയുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളികൾ പോലും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നു, സംഘർഷങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ അതിനെ പരമേൽപ്പിക്കാൻ ദൈവം അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെ ഓർക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സാറ്റലൈറ്റ് വർഷിപ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. സഭയിലെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കമ്മിറ്റിയെ ഓർക്കാം, സംഘടനകളെ ഓർക്കാം, അതിൻ്റെ ചുമതലക്കാരെ ഓർക്കാം. പ്രത്യേകിച്ച് ദിവസങ്ങളിലൊക്കെ
സംഘടനകളുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പൊക്കെ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നടത്തപ്പെടുവാനായിട്ട് നമ്മുടെ സംഘടനകളൊക്കെ അനുഗ്രഹത്തോടുകൂടെ ഐക്യതയോടുകൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും നമുക്ക് ഓർക്കാം. ഭക്ഷണമില്ലാത്തവരുണ്ട്, പാർപ്പിടമില്ലാത്തവരുണ്ട്, തൊഴിലില്ലാത്തവരുണ്ട്. അങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരും സമ്പന്നരല്ല. ദരിദ്രർ ധാരാളമുണ്ട്, അതിദരിദ്രരുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നവരുണ്ട്. ജാതിയുടെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ, മതത്തിന്റെ ഒക്കെ പേരിൽ അന്തസ്സുള്ള സാമൂഹിക ജീവിതം നിഷേധിക്കപ്പെടുന്നവരുണ്ട്. ഈ രാജ്യം അത്തരത്തിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ ഒരു രാജ്യമാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തെ ഐക്യതയിൽ, ഒരുമയിൽ മുൻപോട്ട് നയിപ്പാൻ ദൈവം അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സഭകളെല്ലാം നമുക്ക് ഓർക്കാം. ക്രിസ്തീയ സഭകൾ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർക്കാം. മിഷൻ പ്രദേശങ്ങളെയും നമുക്ക് ഓർക്കാം. പല സ്ഥലങ്ങളിലും വലിയ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മുടെ മിഷണറിമാർ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അതുപോലെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ വലിയ എതിർപ്പ് നേരിടുന്ന ഒരു സമയമാണ്. എതിർപ്പുകളുടെയൊക്കെ മധ്യത്തിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ CSI സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. സഭയുടെ ആത്മീയ നേതൃത്വത്തിന് വേണ്ടി, ബിഷപ്സിന് വേണ്ടി, പട്ടക്കാർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, പട്ടക്കാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ട് സഭയുടെ ചുമതലകൾ നിർവഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. സഭ ദൈവത്തെ ഉയർത്തുന്ന സഭയായിരിക്കാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് അനിഷ്ട സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കാലാവസ്ഥയിൽ വലിയ, നമുക്ക് ചിന്തിക്കാനാവാത്ത, പ്രഡിക്റ്റ് ചെയ്യാനാവാത്ത പ്രതിഭാസങ്ങളാണ് നടക്കുന്നത്. വലിയ വലിയ നാശങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, നനച്ചിരിക്കാതെയുള്ള ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ. ദേശത്തോട് ദൈവ മനസ്സിൽ തോന്നണമേ, ശാന്തിയും സമാധാനവും നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടെ നമ്മളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽ മേഖലകളെല്ലാം നമുക്ക് ഓർക്കാം. പല മേഖലകളിൽ ദൈവം നമ്മളെ ആക്കിയിട്ടുണ്ട്. ബിസിനസ് രംഗങ്ങളിൽ, IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മണ്ഡലങ്ങളിൽ, സർക്കാർ ഉദ്യോഗസ്ഥര്, പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർ, അധ്യാപകര്, നഴ്സുമാര്, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവര്, ആരോഗ്യപര പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തിൽ ജോലിയിലായിരിക്കുന്നവര്. ദൈവം നമ്മുടെ കർമ്മമണ്ഡലങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ മീറ്റ് ചെയ്യുവാനുള്ള അവസരങ്ങൾ ദൈവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വ്യക്തിപരമായ പല ആവശ്യങ്ങളുള്ളവരെ നമുക്ക് ഓർക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ജോലി സംബന്ധമായ ഇടങ്ങളിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദീർഘനാളുകളായിട്ട് ഹൈദരാബാദിൽ വന്നു, സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം വീടില്ലാത്തവർക്ക് വീട് നൽകണമേ, ഭവനം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൈദരാബാദിലോ നാട്ടിലോ എവിടെയെങ്കിലും അവരൊക്കെ ആഗ്രഹിക്കുന്ന ഇടത്ത്. വാഹനങ്ങളില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്, ബൈക്കില്ലാത്തവരും കാറില്ലാത്തവരും ഒക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന്
ഇരുചക്ര വാഹനങ്ങളോ ഒരു ആവശ്യമാണ്. ദൈവം വാഹനമില്ലാത്തവർക്ക് വാഹനങ്ങളെയൊക്കെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നവരെ ഓർക്കാം. വീടിന്റെ ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ പഠനം, വിവാഹം, അങ്ങനെ പല ആവശ്യങ്ങളിൽ ഇവിടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കണമേ, ദൈവം അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടെ നമ്മളെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കള്, കൊച്ചുമക്കള്, നമ്മുടെ ആത്മീയമായ പരിരക്ഷയിലുള്ള എല്ലാവരെയും ഓർക്കാം. ദൈവം നമ്മെ കുടുംബങ്ങളായും വ്യക്തികളായും കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം, നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഈ സമയത്ത് വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അന്നമ്മ ജോൺ ആൻറ്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കേൾക്കാമല്ലോ? കേൾക്കാം ആൻറ്റി. യെസ്. സർവശക്തനും നിത്യനുമായ സർവസ്നായ ദൈവമേ, ഈ ദിവസം ജൂൺ പ്ലാറ്റ്ഫോമിനായി കർത്താവേ, നിന്റെ മക്കൾക്ക് ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും പാടുവാനും തന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ എല്ലാം കാത്തുപരിപാലിച്ചു കൊള്ളണമേ. ദൈവമേ, ഇതിൽ പങ്കുചേരുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ എല്ലാവരെയും നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവരെയും നിന്റെ പൊന്നുചിറകിൻ മറവിൽ കാത്തുപരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛനെയും കൊച്ചമ്മയും കുടുംബമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ സേവനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളതാക്കി തീർക്കണമേ. നല്ല നല്ല ആലോചനകളാൽ ഞങ്ങളെ നയിക്കുന്നതിനായി അച്ഛനെ കൂടുതൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ മറ്റും ഫലമേൽപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ മാറോട് ചേർത്ത് സൂക്ഷിച്ചു കൊള്ളണമേ. വാർദ്ധക്യത്തിലും പലവിധമായ രോഗങ്ങളാലും ഭാരപ്പെടുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടുന്നതായ സൗഖ്യത്തെ നൽകി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അറിഞ്ഞു അറിയാതെയും പല രോഗികളുണ്ട് കർത്താവെ. ഞങ്ങൾ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കി കർത്താവെ, അവരുടെ രോഗക്കിടക്കുകയും മാറ്റി വിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിപൂർണ സൗഖ്യമുള്ളവരായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഓരോരുത്തരെയും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ഓരോ സംഘടനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി, കൊയർ, ജനസഖ്യം, യുവജന പ്രസ്ഥാനം, സൺഡേ സ്കൂൾ, സ്റ്റേറ്റ് ഫെലോഷിപ്പ്, അതിൽ പ്രവർത്തിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിന്റെ ദിവ്യജ്ഞാനത്താൽ നിറയ്ക്കണമേ. കർത്താവെ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ അവിടുന്ന് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദ്യാഭ്യാസത്തിലിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെയും വിദേശത്തുമായി പഠിക്കുന്ന എന്റെ മക്കളെ ഓർക്കുന്നു. അവർക്ക് വേണ്ടുന്നതായ അറിവും വേഗവും ജ്ഞാനവും ബലവും ശക്തിയും നൽകി ആയിരിക്കുന്ന ഇടങ്ങളിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോവാനിടയാക്കരുതേ. ഞങ്ങളുടെ യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകമോഹങ്ങളിൽ വീഴാതെ അവരെ അങ്ങയുടെ പൊന്നിച്ചിറകിൻ മറയിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹ ജീവിതം നയിക്കുന്നവരെയും ജീവിത പങ്കാളികൾക്കായി കാത്തിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായി പ്രയാസപ്പെടുന്നവരെയും ജോലിക്കായി ശ്രമിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകൾക്ക് ആവശ്യമായ എല്ലാ ക്രമങ്ങളും നൽകി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും നശിച്ചു പോകുവാനിടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചെറിയ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലരക്ഷകളിൽ നിന്നെല്ലാം എല്ലാവരെയും കാത്തുകൊള്ളണമേ. കർത്താവെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളായും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൂരസ്ഥരായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേക്ക് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൂടെ ഇരിക്കണമേ, വഴി നടത്തിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യക്തികളായ കുടുംബങ്ങളായ കൂട്ടമായി അവരെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ ആവശ്യങ്ങൾ ഇരിക്കുന്ന മക്കളെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നാലും അവർക്ക് വേണ്ടുവോളം നൽകിയവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രകൃതിക്ഷോഭത്താൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ പൊന്നിച്ചിറകിൻ മറവിൽ കാത്തുകൊള്ളണമേ.
അവർക്ക് വേണ്ടുന്നതായ എല്ലാ കൃപകളോടും ഉദാരമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥനയിലോർത്ത് എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ തിരുവൻപാകെ അർപ്പിച്ച ഓരോ ആവശ്യങ്ങളെയും അവിടുന്ന് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യ സമാധാനം ഞങ്ങൾ നൽകി പരിപാലിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. In Christ alone, my hope is found. He is my light, my strength, my soul. This cornerstone, this solid ground, firm through the fiercest drought and storm. What heights of love, what depths of peace, when fear so stood, when striving ceased. My comforter, my all in all, here in the love of Christ I stand. In Christ alone, who took on flesh, fullness of God in helpless babe, this gift of love and righteousness, scorned by the ones he came to save, till on that cross as Jesus died, the wrath of God was satisfied, for every sin on him was laid. Here in the death of Christ I live. There in the ground his body lay, light of the world by darkness stayed, then bursting forth in glorious day, up from the grave he rose again, and as he stands in victory, so scores his looks his grip on me, for I am his and he is mine, bought with the precious blood of Christ. No guilt in life, no fear in death, this is the power of Christ in me. From life's first cry to final breath, Jesus commands my destiny. No power of harm, no scheme of man can ever pluck me from his hand, till he returns or calls me home. Here in the power of Christ I stand. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നദ്ധിയിലായിരിക്കാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥനയിൽ കൂടി വരുവാൻ ഇടയായല്ലോ. പതിവുപോലെ തന്നെ ഏകദേശം 26-27 പേര് ഇതിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇതൊരു സന്തോഷമുള്ള സമയമാണ്. ഒരുമിച്ച് കൂടി പാട്ടുകൾ പാടുവാനും വചനം കേൾക്കുവാനും ഒക്കെയുള്ള ഒരു സമയം. ദൈവം നമ്മളുടെ പലവിധമായ കാര്യങ്ങൾ ദൈവം നമ്മെ നടത്തുന്നു, ദൈവം നമ്മെ അറിയുന്നു, നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കുന്നു. ഞാൻ പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞായിരുന്നല്ലോ, ഷെബിൻ
കഴിഞ്ഞ ആഴ്ചയിൽ വിദേശത്തേക്ക് പോയി. അതൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു. ഒരു നല്ലൊരു ജോലിയൊക്കെ അവന് നൽകി ദുബായിൽ. ജോലിക്കൊക്കെ ജോയിൻ ചെയ്തു. സന്തോഷമുള്ള കാര്യം. അതുപോലെ തന്നെ നിഷയുടെ ഒരു കണ്ണിൻ്റെ സർജറി എല്ലാം കഴിഞ്ഞു. അതിൻ്റെ റിവ്യൂ ഒക്കെ കഴിഞ്ഞു. വലത് കണ്ണിൻ്റെത് അത് വലിയ കുഴപ്പമില്ലാതെ അതെല്ലാം കണ്ണിൻ്റെ കുഴപ്പങ്ങളൊക്കെ മാറി. കാഴ്ചയ്ക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ഇടത് കണ്ണിൻ്റെയും ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഒരു ലോങ് പ്രോസസ്സാണ്. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ കണ്ണിന് ഏകദേശം 2 മാസത്തോളം എടുത്തു, ഹൈ പവർ ലെൻസ് ഒക്കെ ഇംപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ട്. അതൊരു ഒരുപാട് ലിമിറ്റേഷനാണ്, സ്ട്രഗിളാണ് വ്യക്തിപരമായ എന്നെ സംബന്ധിച്ചും ഞങ്ങളുടെ ഫാമിലി ലൈഫിനെ സംബന്ധിച്ചും ഒക്കെ. ബട്ട് ഈവൻ ദെൻ ഇതൊക്കെ ചില നെസസിറ്റീസ് ആണ്, ചില ആവശ്യങ്ങളാണ്. നമ്മൾ നേരിടേണ്ട ചില നമ്മൾ അതിജീവിക്കേണ്ട ചില പ്രതിസന്ധികളാണ്. ആൻഡ് വി ഹാവ് ടു ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. വി ഹാവ് ടു ട്രാവൽ ത്രൂ, ജേർണി ത്രൂ ഓൾ ദ സ്ട്രഗിൾസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും ഒക്കെ നമ്മൾ യാത്ര ചെയ്യണം. There is no shortcut sometimes. നമുക്ക് എളുപ്പ വഴികളൊന്നുമില്ല, ഡീറ്റൂർ ഒന്നും പറ്റത്തില്ല. We have to go through it. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, how will it be possible? അല്ലേ, ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ നമ്മൾ ഇതിനെ അതിജീവിക്കും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ ഭയപ്പെടുന്ന സമയമുണ്ട്. എന്നെ വ്യക്തിപരമായി സംബന്ധിച്ച് എന്നെ അത് വലിയ ഭയപ്പെടുത്തുന്ന ഒരാളാണ്. ചില പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനമെടുക്കാനുള്ള എനിക്ക് ഭയമാണ്. What will be the result? Will it be a disaster? വലിയ നാശമായിരിക്കുമോ, വലിയൊരു അപകടമാവുമോ, ഈ യാത്രയിൽ നമുക്ക് അപ്പുറത്തെത്താൻ പറ്റാതെ വരുമോ? ചെങ്കടലിലും യോർദാൻ നദിയും ഒക്കെ ഇസ്രായേൽ മക്കളെ ഭയപ്പെടുത്തിയതുപോലെ നമ്മളും ഇക്കരെ നിന്നുകൊണ്ട് അക്കരെ പോകണം. പക്ഷെ ഈ നദി എങ്ങനെ കടക്കും, ഈ കുത്തൊഴുക്ക് എങ്ങനെ നമ്മൾ അതിജീവിക്കും എന്നൊക്കെ ഭയപ്പെടും. ഫിയർ ഈസ് ഓൾവേസ് there. It's not about life that we fear. It is some difficulties, some decisions, some resolutions നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഭയമാണ്. It is normal, it is human to fear. പക്ഷേ ഭയപ്പെടുത്തുമ്പോഴും ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും, എടുക്കണം. അങ്ങനെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന ചില തീരുമാനങ്ങൾ ചില സന്ദർഭങ്ങളിലെങ്കിലും ഒക്കെ നമ്മൾ എടുത്തത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഇവിടെയും എവിടെയെങ്കിലും ഒക്കെ നമ്മളായിരിക്കുന്നത്. സോ we have to take decisions in our lives. അതുകൊണ്ട് പ്രാർത്ഥനയും കൂട്ടായ്മയും കരുതലും ഒക്കെ നമുക്ക് ധാരാളം ആവശ്യമുള്ള ഒരു സമയമാണ്. നമ്മുടെ ഇന്നത്തെ ലോകം ലോകത്തിന് അത് വളരെ കുറയുന്ന ഒരു ലോകമാണ്. ഫെലോഷിപ്പ് ഇല്ലാത്തൊരു ലോകം, നല്ല കൂട്ടായ്മകൾ നഷ്ടമാകുന്ന ലോകം, അല്ലേ? ഞാനത് രാവിലെ ചിന്തിക്കുകയായിരുന്നു. കുറെ കഴിയുമ്പോൾ നമ്മളെ ഒന്നും സന്ദർശിക്കാൻ ആരും ഉണ്ടാവില്ല. We will not have any visitors. അല്ലേ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് സന്ദർശിക്കാനും നമ്മളെ സന്ദർശിക്കാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അയൽക്കാരും പള്ളിക്കാരും ബന്ധക്കാരും മക്കളും മാതാപിതാക്കളും ഒക്കെ, അല്ലേ? അതൊരു വലിയ പ്രതിസന്ധിയാണ്. If we are not visited or we don't have anyone to visit, നമുക്ക് സന്ദർശിക്കാനും നമ്മെ സന്ദർശിക്കാനും ഒന്നും ആരുമില്ലാത്ത ഒരു ലോകം. എല്ലാവരും ഫോണിൽ കൂടെ അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന, ചടങ്ങുകൾ നിർവഹിക്കുന്ന ഒരു ലോകം. How are you? Doing good? അല്ലേ? സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം.
എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ കടമകൾ അവസാനിപ്പിക്കുന്ന ഒരു ലോകം. ഇതിനപ്പുറത്തൊരു ലോകം, ആ കടമകളും തീരും, അങ്ങനെ വിളികളില്ലാതാകും, അങ്ങനെയുള്ള ചോദ്യവും പറച്ചിലുകളും അന്വേഷണങ്ങളും ഒക്കെ ഇല്ലാതാകും. ആലോചിച്ച് നോക്കുക, അതെന്തൊരു വിരസമായ അപകടകരമായ ഒരു ലോകമാകും. എ വേൾഡ് വേർ there is no visitors എന്ന് പറഞ്ഞാൽ സന്ദർശനങ്ങളും, there will be tourists in the world, അല്ലെ? വിനോദസഞ്ചാരികൾ ഉണ്ടാകും, പക്ഷെ സന്ദർശകർ ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ ആശുപത്രികളിൽ സന്ദർശനത്തിന് സമയം വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? വിസിറ്റ്, അല്ലെ? സന്ദർശന സമയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയേക്കുന്നതെന്ന് അറിയാവോ? അത് പഴയ സംവിധാനമാണ്. കാരണം നമ്മുടെയൊക്കെ പള്ളിയിലോ നമ്മുടെയൊക്കെ അയൽപക്കത്തോ കുടുംബത്തിലോ ആരെങ്കിലും ഒക്കെ അസുഖമായിട്ട് കിടക്കുന്നു, ആശുപത്രിയിലാണ് എന്ന് അറിഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടും, ആളെ കാണാനും വിശേഷം അറിയാനും കൂട്ടിരിക്കാനും ഒക്കെ. എന്തുകൊണ്ടാണ് വിസിറ്റേഴ്സ് ബൈസ്റ്റാൻഡേഴ്സ് ഒരാളാക്കിയത്? കാരണം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അവിടെ നിൽക്കും, കൂട്ടം കൂടിയൊക്കെ നിൽക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, സെമിനാരിയിൽ ഒരു പ്രാവശ്യം എനിക്ക് എന്തോ വയ്യാതെ വന്ന് ഹോസ്പിറ്റലിൽ എന്നെ 2 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആ റൂമിലായിരുന്നു. എല്ലാവരും അവിടെ വന്ന് രാത്രിയിലും പകലും ഒക്കെ തമ്പടിച്ചിട്ട് ചായയും കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് നഴ്സുമാർ വന്ന് ഈ അച്ഛന്മാരാകാൻ പോയതുകൊണ്ട് അവർ അനങ്ങത്തില്ല. ഒരു CSI ഹോസ്പിറ്റലായതുകൊണ്ട് കുറച്ച് ലീനിയൻസി ഉണ്ട്. ഇവരൊന്നൊന്ന് ബഹളമാകുമ്പോൾ നഴ്സുമാരൊന്ന് വഴക്ക് പറയും, നിങ്ങൾ സമ്മതിച്ചതിന് നിങ്ങൾ, അല്ലേ? ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. സന്ദർശനത്തിന് പ്രത്യേകിച്ച് സമയം വെക്കേണ്ടതല്ല, സന്ദർശകർ ഉണ്ടാകാത്തൊരു ലോകം. അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലൈഫ് കോൺസെപ്റ്റുകൾ മാറുന്നു, ജീവിത ആശയങ്ങൾ മാറുന്നു, ജീവിതത്തിൻ്റെ ദർശനങ്ങൾ മാറുന്നു, സമീപനങ്ങൾ മാറുന്നു, രീതികൾ മാറുന്നു, പുതിയ പുതിയ ശൈലികളും രീതികളും ഒക്കെ കടന്നു വരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സമൂഹം വളരെ പ്രസക്തമാണ്. കൂടിവരവുകളും കൂട്ടായ്മകളും ഒക്കെ പ്രസക്തമാണ്. ഇങ്ങനെ ഓൺലൈനിൽ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി നമ്മുടെ പരിപാടികളൊക്കെ ഇതൊരു പോളിഷിംഗ് അല്ല, ഇതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള സംഗതിയല്ല. നമ്മൾ ഈ ഓൺലൈനൊക്കെ നടത്തുമ്പോൾ, ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളം ആകുന്നു ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട്, വർഷമായില്ലേ? അപ്പോ ഇത് മറ്റ് പ്രാർത്ഥനകളെ ഒന്നും ടേക്ക് ഓവർ ചെയ്യുന്നില്ല. നമ്മുടെ വീടുകളിൽ കൂട്ടായ്മകൾ, ഭവന പ്രാർത്ഥനകൾ വേണം, കോട്ടേജ് പ്രയറുകൾ വെക്കണം. കഴിഞ്ഞ വർഷം കുറെ ഭവനങ്ങളിൽ അത് വെച്ചു, ഒട്ടനവധി ഭവനങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആരാധനകൾ ഉണ്ടാവണം. ഇതൊന്നും മറ്റൊന്നിന് പകരമല്ല, ഒന്നും റീപ്ലേസ് ചെയ്യുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രസക്തിയാണ് ഉള്ളത്. അതുകൊണ്ട് we have to grow as a community and we have to grow in community എന്ന് നമ്മൾ മറന്നുപോകും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച്. 2 പ്രത്യക്ഷപ്പെടലുകൾ നമ്മൾ ചിന്തിച്ചു. കല്ലറയിലും രണ്ടാമത് ശിഷ്യന്മാർ കൂടിയിരുന്ന വീടുകളിലും. വീടിനെ കുറിച്ച് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു. വീട്ടിൽ തന്നെ പല പ്രാവശ്യം യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ യേശു കർത്താവ് വീടിനെ സന്ദർശിക്കുന്നുണ്ട്. ഹി ഈസ് വിസിറ്റിംഗ് ഹൗസസ്. നമ്മൾ ഇന്ന് വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ മറ്റൊരു പ്രത്യക്ഷപ്പെടലാണ്, വെളിപ്പെടലാണ് നമ്മൾ വായിക്കുന്നത്. ജീസസ് അപ്പിയേഴ്സ് to his disciples, 2 disciples on their way to Emmaus. എമ്മൗസിലേക്കുള്ള വഴിയാത്രയിലായിരിക്കുന്ന 2 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷമാകുന്നു. Or in other words, Jesus is visiting 2 of his disciples who were on their way to Emmaus. യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരം
7 നാഴിക ദൂരമുള്ള, ഒരു പക്ഷേ ഒരു 5-6 മൈൽ ദൂരമുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അന്ന് വൈകിട്ട് തന്നെ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വൈകുന്നേരം തന്നെ സഞ്ചരിക്കുന്ന ശിഷ്യന്മാരെ യേശു കർത്താവ് സന്ദർശിക്കുന്നു. ജീസസ് ഈസ് എ വിസിറ്റർ ഓൺ അവർ ജേർണീസ്. നമ്മുടെ യാത്രകളിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന, യാത്രകളിൽ നമ്മളെ സന്ദർശിക്കുന്നവനും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവനുമായ യേശു അല്ലെ. നമ്മളുടെ യാത്രകൾക്കിടയിലും നമുക്ക് സന്ദർശകർ ഉണ്ടായേക്കാം. ചിലപ്പോൾ നമ്മള് ചില ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, പണ്ടൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുവാണെങ്കിൽ, ഞാൻ ഈ സ്റ്റേഷനിൽ കൂടെ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവര് നമ്മളെ സ്റ്റേഷനിൽ സന്ദർശിക്കും. ദീർഘയാത്രയൊക്കെ ആണെങ്കിൽ അവർ സ്റ്റേഷനിൽ വന്ന് നമുക്ക് ചിലപ്പോൾ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഉള്ള ഫുഡൊക്കെ തന്നിട്ട് പോകും, നമ്മുടെ യാത്ര കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി. പഴയ കാര്യമാണ് പറയുന്നത്. കേട്ടോ, ഇപ്പോ പുതിയ ലോകത്ത് പുതിയ ക്രമത്തിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ യാത്രകളിലും സന്ദർശകരാകാം. യാത്രക്കാർക്കും ഉണ്ടാകണം. യേശു കർത്താവ് ഈ 2 ശിഷ്യന്മാരെ സന്ദർശിച്ച്, യേശു കർത്താവ് അവരോട് സംസാരിച്ച്, അവരോട് ഇടപെട്ട്, അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച്, അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച്, അവർക്ക് കൂട്ടായ്മ കൊടുത്ത്, അവരെ തിരികെ യെരുശലേമിലേക്ക് മടക്കി അയക്കുന്നതാണ് ഈ ഒരു വിവരണത്തിന്റെ, ഈ ഒരു ഭാഗത്തിന്റെ അതിന്റെ സംക്ഷിപ്തത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? അവിടെയും യേശു കർത്താവിന്റെ ഈ പ്രത്യക്ഷപ്പെടലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ജീസസ് ലവ്സ് കമ്മ്യൂണിറ്റീസ്. യേശു കർത്താവ് സമൂഹങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യേശു കർത്താവിന് ജനക്കൂട്ടങ്ങളോട്, സമൂഹങ്ങളോട് സ്നേഹമുണ്ട്, കരുതലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമൂഹങ്ങൾ വിഘടിച്ചു പോകാനും, സമൂഹങ്ങൾ തകർന്നു പോകാനും, സമൂഹങ്ങൾ പലതായി മുറിഞ്ഞു പോകാനും യേശു കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹി intends to foster the unity within the communities. സമൂഹത്തിന്റെ ഉള്ളിൽ ഐക്യതയെ ശക്തിപ്പെടുത്തുന്നതിന്, ഊട്ടി ഉറപ്പിക്കുന്നതിന് യേശു കർത്താവ് ഇഷ്ടപ്പെടുന്നു. So his visitation are to strengthen the communities. സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുവാനുള്ള യേശു കർത്താവിന്റെ സന്ദർശനങ്ങൾ. ഒന്നാമതായിട്ട്, ജീസസ് വിസിറ്റ്സ് us on our journeys. നമ്മുടെ യാത്രകളിൽ യേശു കർത്താവ് നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ഒഴിഞ്ഞ കല്ലറ, അവിടെ യേശു കർത്താവിന്റെ ശരീരം വെച്ചതാണ്. ശിഷ്യന്മാർ കൂടിയിരുന്ന വീട്, അവിടെയും യേശു കർത്താവ് വരുന്നു. അത് മാത്രമല്ല, his presence is felt on our ways. നമ്മുടെ വഴികൾ യേശു കർത്താവിന് അന്യമല്ല. നമ്മൾ യാത്ര ചെയ്യുന്ന ഇടങ്ങൾ യേശു കർത്താവിന് അന്യമായ ഇടമല്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ചില പ്രത്യേക ഇടങ്ങളിലാണ് യേശു ഉള്ളതെന്ന്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഒതുക്കുന്നു. അതിനെ, ആ ഒരു ചിന്തയെയും ആശയത്തെയും യേശു കർത്താവ് പൊളിച്ചെഴുതുകയാണ്. നോ, യേശു കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിന് മുൻപുള്ള സമയത്ത് എപ്രകാരം വഴികളെ സ്നേഹിച്ചുവോ, പാതകളെയും പാതയോരങ്ങളെയും പാതയോരത്തെ ജനങ്ങളെയും ഒക്കെ സ്നേഹിച്ചുവോ, അവരോടൊക്കെ സംസാരിച്ചുവോ, അവരോടൊക്കെ ഇടപെട്ടുവോ, അവർക്കൊക്കെ സൗഖ്യം നൽകിയോ, അവർക്കൊക്കെ രക്ഷ നൽകിയോ, സമാനമായി തന്നെ പുനരുത്ഥാനത്തിന് ശേഷവും ആ ഇടങ്ങളെ യേശു സ്നേഹിക്കുകയും അവിടെയുള്ള മനുഷ്യരോട്, ജീവിതങ്ങളോട്, അവരുടെ വിശ്വാസത്തിന്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളോടും സാഹചര്യങ്ങളോടും യേശു കർത്താവ് സംവേദിക്കുന്നു എന്നുള്ളതാണ്. ജീസസ് ഈസ് ദ സെയിം ബിഫോർ ഹിസ് ക്രൂസിഫിക്ഷൻ ആൻഡ് ഹിസ്
ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ. പുനരുത്ഥാനത്തിന് ശേഷവും യേശു ദൈവവും അതിശക്തിമാനും അമാനുഷികനും ഒക്കെ ആകുമ്പോഴും ഹി ഈസ് ദ സെയിം. ഹിസ് അപ്രോച്ചസ് ആർ ദ സെയിം. ഹിസ് ആറ്റിറ്റ്യൂഡ്സ് ടു ദ പീപ്പിൾ ആർ ദ സെയിം. യേശു കർത്താവിന് ജനങ്ങളോടും ജീവിത സാഹചര്യങ്ങളോടുമുള്ള സമീപനത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. യേശു കർത്താവിന്റെ ദൗത്യത്തിൽ, യേശു കർത്താവിന്റെ സ്നേഹത്തിന് യാതൊരു കുറവും വേറുകൃത്യങ്ങളും വ്യത്യാസങ്ങളും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗം ആമുഖമായി ആദ്യമായി നമ്മളോട് പറയുന്നത്. നമ്മുടെ വഴികളിൽ യേശു ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത എനിക്ക് പറയാനുള്ളൂ, ക്യാൻ വി എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ഓൺ അവർ വേസ്, ഓൺ അവർ ജേർണീസ്? നോക്കൂ, ഈ മനുഷ്യര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുക. ദ പർപ്പസ് ഓഫ് ദെയർ ജേർണി ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ്. എന്തുകൊണ്ടാണ് അവര് ഈ സന്ധ്യയിലെ തിടുക്കത്തിൽ എമ്മൗസിലേക്ക് ഏതെങ്കിലും വ്യക്തിപരമായ ആവശ്യമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? വി ആർ നോട്ട് ഷുവർ. അവരെന്തിനാ പോയത് എന്ന് നമുക്കറിയത്തില്ല. നമുക്കറിയാം, അതിന്റെ അവസാനം വായിക്കുന്ന സമയത്ത് യേശു കർത്താവ് അത്താഴ വേളയിൽ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അവരോട് വായിക്കുന്നത് then they went back. അവരെവിടെ നിന്നാണോ യെരുശലേമിൽ നിന്ന് പുറപ്പെടുത്തേക്ക് തിരിച്ചുപോയി ശിഷ്യന്മാരോട് തങ്ങൾക്ക് യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി തന്നെ ശിഷ്യന്മാർക്ക് യേശു കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. So their experience is balanced. They have the common experience. Some people experience Jesus at their house and others experienced Jesus on their way. ചിലര് യേശു കർത്താവ് തങ്ങളുടെ വീടിന്റെ ഉള്ളിൽ കണ്ടെത്തി തിരിച്ചറിഞ്ഞു. വേറെ ചിലര് യേശു കർത്താവ് തങ്ങളുടെ വഴിയാത്രകളിൽ യേശു കർത്താവിനെ കണ്ടുമുട്ടി. യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് പ്രധാനം. Encountering and experiencing Jesus is important, whether we are at home or at journey. നമ്മൾ ഈ യാത്രയിലാണോ വീട്ടിലാണോ എവിടെ ആയിരുന്നാലും യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയും സംസർഗവും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. ഇവരുടെ യാത്ര ചില സംഗതികൾ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, ആ യാത്രയിൽ അവര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത്. ഈ യാത്രകൾ എന്തിനാണ്? അതൊരു വലിയ ചോദ്യമാണ്. ഞാനൊക്കെ പണ്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് നാട്ടിലൊക്കെ വന്നിട്ട് 3 ദിവസമൊക്കെ എടുക്കും. ഈ നമ്മൾ കേരള എക്സ്പ്രസ്സിനൊക്കെ പോകുമ്പോൾ അതൊരു ലോങ് ജേർണിയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അപ്പർ ബർത്തിൽ മിക്കവാറും ഉറക്കമായിരിക്കും, കഴിക്കാൻ എഴുന്നേക്കും, കിടക്കും. അല്ലേ? നമുക്കറിയാം, ട്രെയിൻ യാത്രകൾ പുതിയ ബന്ധങ്ങളും പുതിയ സൗഹൃദങ്ങളും പുതിയ കണക്ഷൻസും ഒക്കെ നമുക്ക് തരുന്നതാണ്. പക്ഷെ നമ്മൾ ഉറങ്ങിയാൽ പറ്റത്തില്ല. ഇപ്പോഴും അതൊരു വലിയ പ്രോബ്ലമാണ്. ഈ യാത്രയിൽ അവർ തമ്മിൽ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അതൊരു തെറാപ്യൂട്ടിക് ട്രാവലാണ്. ജേർണീസ് ആർ തെറാപ്യൂട്ടിക്. യാത്രകള് സൗഖ്യദായകമാണ്. അവര് സംസാരിച്ചു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവരോടൊപ്പം ചേർന്ന് നടക്കുന്നത്. അവരുടെ ഡയലോഗ് പെട്ടെന്നൊരു ഒരു മൾട്ടി ലോഗായിട്ട്, ഒരു ട്രയലോഗായിട്ടൊക്കെ മാറുകയാണ്. യേശു കർത്താവ് അവരോട് കൂടെ ചേർന്ന് സംസാരിക്കും. അതൊരു നല്ല ഇമേജ് ആണ്. വെറുതെ യാത്ര തിരിക്കുകയല്ല. ഇറ്റ് ഈസ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ജേർണി ഈസ് ഇമ്പോർട്ടൻറ്റ്, ദ വെരി ജേർണി ഇറ്റ് സെൽഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അല്ലേ? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുന്നു എന്നുള്ളതല്ല പ്രധാനം. നമ്മളുടെ ചില യാത്രകൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ എത്തിച്ചേരലുകളല്ല, നമ്മുടെ ഡെസ്റ്റിനേഷൻസ് അല്ല പ്രധാനം. ഇൻ ഫെയ്ത്ത്, ഇൻ ക്രിസ്ത്യാനിറ്റി, our very travel itself is very significant. We should feel ourselves as travelers. നമ്മൾ തന്നെ യാത്രക്കാരാണ് എന്ന് നമുക്ക് തോന്നണം. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ജീവിത യാത്രക്കാര കാലടികൾ എങ്ങോട്ട്. പണ്ട് എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച
ഞങ്ങളുടെ തരിയൻ സാറിൻ്റെ നാഷണൽ ആന്തമാണ്. സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. സാറ് എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്, ജീവിതയാത്രക്കാര കാലടികൾ. അപ്പോൾ ഞാൻ സാറിൻ്റെ മരണസമയത്ത് ഞാൻ 2 വാക്ക് അനുശോചനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ ഓർക്കുന്നത് ആ പാട്ട് വെച്ചിട്ടാണ്. അപ്പോൾ സാറിൻ്റെ മകൻ നമ്മുടെ മഹായിടവകയുടെ ഒരു അച്ഛനാണ്, ബിനോയ് എം തരിയൻ. അപ്പോൾ ബിനോയ് അച്ഛൻ പറഞ്ഞു, അത് സൺഡേ സ്കൂളിൽ മാത്രമല്ല വീട്ടിലും മിക്കവാറും ആ പാട്ടാണ്, ജീവിതയാത്രക്കാര കാലടികൾ എന്തോ എങ്ങോട്ട്, ലക്ഷ്യം നിൻ മുൻപിലോ മാർഗം നിൻ പിൻപിലോ, അങ്ങനെ ഒരു പഴയ ഒരു പാട്ടുണ്ട് അല്ലേ. നമ്മളൊക്കെ യാത്രക്കാരാണ്. പിന്നൊരു പാട്ടുണ്ട്, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. വേറൊരു വളരെ ഫേമസ് പാട്ടാണ്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. നമ്മൾ സാറിന് മരണസമയത്ത് പാടുന്നൊരു പാട്ടുണ്ടല്ലോ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും അല്ലെ. യാത്ര അതൊരു വളരെ പ്രധാനപ്പെട്ട. And we have to dialogue അല്ലെ. യാത്രയിൽ നമ്മൾ സംസാരിക്കണം, അതൊരു വലിയ നന്മയാണ്. കുടുംബജീവിതത്തിലും അതൊരു വലിയ തെറാപ്പിയാന്നാണ് പറയുന്നത് അല്ലെ. ഒരുമിച്ചുള്ള ഒരു യാത്ര, വലിയ മാർക്കറ്റ് ഫീൽഡിലും IT ഫീൽഡിലും ഒക്കെ ജോലി ചെയ്യുന്നവര് അല്ലെ, അവരുടെ പ്രഷറൊക്കെ വരുന്ന സമയത്ത് അവർ വല്ലപ്പോഴും ഒക്കെ മാസത്തിലൊരിക്കലോ ഒക്കെ അവരൊരു യാത്ര പോകണം. ഗോ ഫോർ എ ലോങ് ഡ്രൈവ്, ലോങ് ജേർണി. വർത്താനമൊക്കെ പറഞ്ഞു അടിവെച്ചും. ഇപ്പൊ ഞങ്ങൾ സാധാരണ ലോങ് ട്രിപ്പിന് പോയാൽ ആർഗ്യുമെന്റ് എപ്പോഴും സംസാരിച്ചു തുടങ്ങിയാൽ അത് വലിയ ആർഗ്യുമെന്റിലാവും അവസാനിക്കും അല്ലെ. ദാറ്റ് ഈസ് എ തെറാപ്പി. നമ്മുടെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പിണങ്ങാനും ഇണങ്ങാനും അല്ലെ, ഹീലാകാനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഞാൻ അതിന്റെ സൈക്കോളജി പറയുന്നത് മാത്രമേ ഉള്ളൂ. വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. വി ഓൾ ആർ ട്രാവലേഴ്സ്. ഒക്കെ ക്രിസ്തുവിനോടുകൂടെ യാത്രക്കാര. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനവധി, അങ്ങോട്ട് പാട്ടില്ലേ. അതുകൊണ്ട് ഇവരുടെ യാത്രയുടെ പ്രത്യേകത, they were not monotonous travelers. അവരങ്ങനെ ഏകാകികളായ സഞ്ചാരികളായിരുന്നില്ല. അവര് സംസാരിച്ചു കൊണ്ട് സഞ്ചരിച്ചു. We need to talk, we need to converse. യേശു കർത്താവിനും അത് ഇഷ്ടമാണ്. നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. അവിടെ ഒന്നാമത്തെ സഞ്ചാരത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അതായിരുന്നു. അവരോട് സംസാരിച്ചു, തർക്കിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. They were arguing and talking. So all things will happen in travel. യാത്രകൾ അതൊക്കെ സംഭവിക്കണം. ഇന്നിപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ കാറിൽ പോയി യാത്ര ചെയ്താൽ എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോൺ എടുത്തു വെച്ച് ഇയർഫോണൊക്കെ വെച്ച് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് കണ്ട് സിനിമ കണ്ട്, ഫ്ലൈറ്റിൽ പോയാലും എല്ലാവരും ഐപാഡൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ അവരവരുടെ 2 സിനിമയും കണ്ട് ഒരു സിനിമ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വി ആർ നോട്ട് ടോക്കിംഗ്. സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ സംസാരിച്ചു, അവർ തർക്കിച്ചു, അവർ യോജിച്ചു, വിയോജിച്ചു. അത് ആ യാത്രയുടെ ഒന്നാമത്തെ സവിശേഷത. പറയുന്നത്, യേശു കർത്താവ് അവരുടെ കൂടെ നടന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ തർക്കിക്കുന്നത് എന്താ? നിങ്ങൾ വാടിയ മുഖത്തോട്. So they were all depressed. അല്ലെ, അവർക്ക് നിരാശയായിരുന്നു. അവർ സംടൈംസ് വി ട്രാവൽ. എനിക്ക് തോന്നുന്നു അവര് ഈ നിരാശയിലാണ് അവർ മടങ്ങിപ്പോയത് യെരുശലേമിൽ നിന്ന്. യേശു കർത്താവിനെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളും താഴോട്ടത് വായിക്കുന്നുണ്ട്. ഞങ്ങള് നീതിമാനാണ്, അവനെ മരണവിധി കേൾപ്പിച്ചു, ഞങ്ങളോ അവന് ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനാണെന്ന് ആശിച്ചു. സോ they were depressed. അവര് നിരാശപ്പെട്ടു. നിരാശയിലുള്ള അവരുടെ യാത്ര. സംടൈംസ് നിരാശകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിരാശ വരുമ്പോൾ നമ്മൾ ചിലപ്പം അങ്ങ് ഓടിപ്പോകാൻ തീരുമാനിക്കും അല്ലേ.
നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ആലോചിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ, സംഭവിക്കാതെ വരുമ്പോൾ, ഒരുപാട് അനീതികളെ കുറിച്ച്, ഒരുപാട് അതിക്രമങ്ങളെ കുറിച്ച്, അന്യായങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ വി ഫീൽ ഡിപ്രസ്ഡ്. സഭയും പലപ്പോഴും അങ്ങനെ. നമ്മൾ വിചാരിക്കരുത് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് സഭ എന്ന് ചിന്തിക്കരുത്. എല്ലാം വളരെ നന്നായി പെർഫെക്റ്റ് ആയിട്ട് നടക്കേണ്ട ഒരു സ്ഥലമാണ് സഭ. നടക്കേണ്ട സ്ഥലം, അതൊരു ഐഡിയലാ അല്ലേ? മറ്റുള്ള സമൂഹങ്ങൾക്കും ചുറ്റുപാടുകൾക്കും ഒക്കെ മാതൃകയായി കാര്യങ്ങളൊക്കെ നടക്കേണ്ട ഒരു സ്ഥലം. അത് നമ്മുടെ ഒരു വലിയ പ്രതീക്ഷയാണ്, നമ്മുടെ ഒരു ആശയാണ്. അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത്, എല്ലാം നല്ലതുപോലെ ആകണം അല്ലേ? എന്നാൽ നടക്കുന്ന സ്ഥലമല്ല സഭ, അത് നിങ്ങൾ അറിയണം. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നവര്, നടത്തുന്നവര്, എക്സിക്യൂട്ട് ചെയ്യുന്നവര്, ഇതൊക്കെ നിയന്ത്രിക്കുന്നവരാണ്. ഇതിനെയൊക്കെ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ നിരാശ തോന്നും. അപ്പൊ നിരാശ വന്നപ്പോൾ നമ്മൾ എന്തായിരിക്കും? സോ നമുക്ക് പോയേക്കാം, ലെറ്റ് us go. അതൊരു ടെംപ്റ്റേഷനാ. ആൻഡ് ഈ ശിഷ്യന്മാർക്കും അവരും ആ ഒരു വലിയ പ്രലോഭനത്തിൽ വീണുപോയി. നിരാശയിൽ അവർ എമ്മൗസിലേക്ക് പോയി. സോ ഞങ്ങൾ വലുതൊക്കെ പ്രതീക്ഷിച്ച് അവൻ്റെ കൂടെ യെരുശലേമിൽ വന്നതാ. പക്ഷെ നമ്മുടെ നേതാക്കന്മാരും ന്യായാധിപന്മാരും ഒക്കെ അവനെ ശിക്ഷിച്ച് മരണവിധിക്ക് ഏൽപ്പിച്ച് അവനെ കൊന്നുകളഞ്ഞു. അത് കൂടാതെ ഇന്ന് രാവിലെ കുറെ സ്ത്രീകൾ പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ ഒരു ടെൻഷൻ വേറെ. നീ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു, വിശ്വസിക്കണോ വേണ്ടായോ? ഒരു ഡിപ്രസിങ് ക്ലൈമറ്റ്, നിരാശയുടെ ഒരു ക്ലൈമറ്റ്. ഞങ്ങളെ പോലെയുള്ള പട്ടക്കാർക്കൊക്കെ ഒരു വലിയ പ്രോബ്ലമായത്. നിങ്ങൾ എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. സഭയുടെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോൾ സഭയിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ സോ വി ആർ ഡിപ്രസ്ഡ്. അങ്ങനെ ഭയങ്കര എൻകറേജ്മെന്റ് തരുന്ന ഒന്നും പലപ്പോഴും നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കത്തില്ല അല്ലെ? മൊത്തത്തിലൊരു സിസ്റ്റമിക് ഡിറ്റീരിയറേഷൻ നടന്നിട്ടുണ്ട്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മളുടെ നല്ലതിന് വേണ്ടി മനുഷ്യരാശി സമൂഹം കണ്ടുവച്ച എല്ലാ വ്യവസ്ഥിതികൾക്കും ഒരു തകർച്ചയുണ്ട്. അത് പൊളിറ്റിക്സ് ആണെങ്കിലും ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. റിലീജിയസ് ഉണ്ട്, കൾച്ചറുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് എൻ്റെ മോനെ പഠിപ്പിക്കാനൊക്കെ കയറി. ഇംഗ്ലീഷ്, ബയോളജിയും സുവോളജിയൊക്കെ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സുകാരനാണ്. കണക്കൊക്കെ ആണ്. A+B² ഉപയോഗം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. ഡിവൈഡഡ് ബൈ റൂട്ട് കാണുക, അങ്ങനെ എങ്ങനെ. ദേ ആർ സ്ട്രെസ്ഡ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു IQ-യുടെ കപ്പാസിറ്റി മനസ്സിലാകാതെ ആവശ്യത്തിലധികം എപ്പോഴും അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എപ്പോഴും അതാണല്ലോ. നമ്മൾ 4ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ വിചാരം 4ാം ക്ലാസ്സിന്റെ സിലബസ് ഭയങ്കര കൂടുതലാണ്. കാരണം 4ാം ക്ലാസ്സുകാരൻ്റെ ബൗദ്ധികമായ കപ്പാസിറ്റിക്കും അപ്പുറമാണ് അല്ലേ? അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും പോകുന്നത്. സോ വാട്ട് ഹാപ്പൻ അൾട്ടിമേറ്റ്ലി, അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ച് എഴുതി വെച്ച് മാർക്ക് വാങ്ങിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിക്കുന്നു. വി ആർ നോട്ട് പ്രൊഡ്യൂസിങ് സോഷ്യൽ ഇന്റലിജൻസ് അല്ലെ, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. പ്രായോഗികമായ സാമൂഹികമായിട്ടുള്ള ജ്ഞാനം നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മുടെയൊക്കെ സ്കൂളുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഏറ്റവും വലിയ പ്രോബ്ലമാണ്. നല്ല മാർക്ക് വാങ്ങിക്കും, ബട്ട് ദേ വിൽ ബി എ ഫെയിലിയർ കൾച്ചറലി ആൻഡ് സ്പിരിച്വലി. സിസ്റ്റം നമ്മളെ വല്ലാതെ ഡിപ്രസ്ഡ് ആക്കും. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള പട്ടക്കാർ. നമ്മുടെ സഭയുടെ കാര്യമല്ല, നമ്മുടെ സഭ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഉള്ള ഒരു കുഴപ്പം അതാണ്. സോ ഡിപ്രഷൻ. അവർ വലിയ പ്രതീക്ഷയിലാണ് യെരുശലേമിൽ കർത്താവിനോട് കൂടെ വന്നത്. ബട്ട് they were depressed. പലപ്പോഴും നമ്മൾ അങ്ങനെ നിരാശയിൽ മടങ്ങിപ്പോവും അല്ലെ, വിട്ടിട്ട് പോവും. ഓക്കെ, നിരാശപ്പെട്ടിട്ടൊരു യാത്ര. നോ, ലീവ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ഗോ ലൈക്ക് ദാറ്റ്. എനിക്കും എന്തെങ്കിലും. ആൻഡ് ഗോഡ് ഈസ് ഇന്റർവീനിങ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. കർത്താവ് അവരുടെ ആ നിരാശ മനസ്സിലാക്കി. കർത്താവ് അവരുടെ ആ
എന്തുകൊണ്ടാണ് അവർ നിരാശപ്പെടുന്നത്? ബിക്കോസ് ദേ വെയർ എക്സ്പെക്ടിങ് സംതിങ് മിറാക്കിൾസ്. നമ്മൾ നിരാശപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? നമുക്കൊരു വലിയ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്, അല്ലെ? എനിക്കൊന്ന് ഞാനതിനെ അങ്ങനെ പോസിറ്റീവായിട്ട് കാണുന്നു. വൈ ഐ എം ഡിപ്രസ്ഡ്? ബിക്കോസ് ഐ എക്സ്പെക്ട് സംതിങ് മോർ, സംതിങ് വെരി ബ്രില്യൻറ്റ് ഫ്രം ദ സിസ്റ്റം. ആൻഡ് ഇഫ് ദ സിസ്റ്റം ഫെയിൽസ്, ചിലപ്പോൾ അതെന്റെ എൻ്റെ ആ ഒരു പ്രതീക്ഷയെ ഇല്ലാതാക്കിയേക്കാം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ നിരാശപ്പെടും? നമുക്ക് പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് ഈസ് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ഡിപ്രഷൻ, അല്ലേ? നമ്മൾ ഡിപ്രസ്ഡ് ആകുമ്പോൾ യേശു കർത്താവ് ഈ മനുഷ്യരുടെ കൂടെ വന്നിട്ട് അവരുടെ ആ ഒരു പ്രതീക്ഷയുടെ വശത്തെ കുറിച്ച് അവരോട് പറയുക, നിങ്ങളുടെ പ്രോബ്ലം ഇതായിരുന്നു, നിങ്ങളുടെ ചിന്തയുടെ പ്രശ്നം ഇതായിരുന്നു. ഹി ഈസ് കറക്റ്റിംഗ് ദെയർ ഹോപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ ആൻഡ് ദെയർ ഫെയ്ത്ത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ നിരാശയോടുകൂടെ ഇങ്ങനെ പോകുമ്പോൾ, ആൻഡ് നിരാശയിലാണെങ്കിലും അവിടെ പറയുന്നത് they were very active. ചിലർ നിരാശ വരുമ്പോൾ എന്ത് ചെയ്യും? സൈലന്റ് മോഡിലാവും, അല്ലേ? നമ്മൾ മിണ്ടത്തില്ല. We put ourselves on silent mode. Only vibration, no voice. അങ്ങനെ ഒരു മൊബൈലിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, വൈബ്രേഷൻ മോഡ് എന്ന് പറഞ്ഞ പോലെ. ശബ്ദമില്ല, വിറയൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചില ജീവിതം, എനിക്കും അങ്ങനെ ചില സമയത്ത് ഞാൻ മിണ്ടത്തില്ല, പക്ഷെ ഞാൻ വിറയ്ക്കുന്നുണ്ടോ, അല്ലേ എന്ന് പറഞ്ഞ പോലെ. ദാറ്റ് ഈസ് അനദർ എക്സ്പ്രഷൻ ഓഫ് ഡിപ്രഷൻ. പലപ്പോഴും ഡിപ്രഷൻ വിൽ ബി ദേർ. നമുക്ക് നിരാശകൾ ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാകും, വിഷമം വരും, ദേഷ്യം വരും. കാരണം അറ്റ് ദ കോർ ഐ തിങ്ക് വി ആർ ഗുഡ് പീപ്പിൾ. നല്ല മനുഷ്യരായതുകൊണ്ടാണ്. നിരാശയും വിഷമവും സങ്കടവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ അർമാദിച്ച് നടക്കുന്ന കണ്ടിട്ടില്ലേ? അന്യന്റെ വീട് കത്തിയാലും അതിൽ നിന്ന് ചുരുട്ട് കത്തിച്ച് വലിക്കുന്ന അവരാണ് കുഴപ്പം. അങ്ങനെ അമിതമായി സന്തോഷം നടക്കുന്നവരുണ്ടെങ്കിൽ അവരാണ് നമ്മൾക്ക് കുഴപ്പം. നിരാശയിലും വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ജീവിക്കുന്നവർ നമ്മുടെ ഒരു പോസിറ്റീവാ. കാരണം അവർ കുറച്ചുകൂടെ ഹ്യൂമൻ ആയിട്ടുള്ള മനുഷ്യരാ. അവർക്ക് കുറച്ചുകൂടെ നന്മയുള്ള മനുഷ്യരാ. അതുകൊണ്ട് അവർ നിരാശപ്പെടുന്നത്. അവർ പോയേക്കാം എന്ന് വിചാരിക്കുന്നു, അല്ലേ? ആൻഡ് വി ഹാവ് ടു അഡ്രസ് ദാറ്റ് ആൻഡ് വി ഹാവ് ടു റിപ്പയർ ദെയർ. ആ ഒരു നന്മയെ കണ്ടെത്തി ആ നന്മയെ വളർത്താൻ നമുക്ക് കഴിയണം. അല്ലാതെ ഒരു വികാരവും ഇല്ല, ഒരു നിരാശയും ഇല്ല, എല്ലാം കുഴപ്പമില്ല, എല്ലാം നല്ലതാ, ഇവിടെ ഒരു വിഷയവും ഇല്ല എന്ന് പറയുന്ന മനുഷ്യരുണ്ടല്ലോ, അവരാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത്. അവരാണ് ഏറ്റവും ഡേഞ്ചറസ്. അവരാണ് ഏറ്റവും വലിയ ചൂഷകർ, ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. അവരിങ്ങനെ ഗുണം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വിചാരം എല്ലാം നല്ലതാ. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ആൻഡ് ഈ ശിഷ്യന്മാർ അങ്ങനെ രണ്ട് ജീവിതം. അവർ നിരാശപ്പെട്ടു. ആ നിരാശ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. കണ്ട യേശു കർത്താവിനോടും പറഞ്ഞു, ഞങ്ങള് പ്രതീക്ഷിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിരാശകൾ ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും, വിട്ടുപോകാനുള്ള പ്രലോഭനം ഉണ്ടാവും. എങ്ങോട്ടാണ് ലക്ഷ്യം എന്ന് അറിയില്ലെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോയേക്കാം എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. നമ്മൾ ഇറങ്ങി തിരിച്ച സന്ദർഭങ്ങളും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ പിറകെ ഉണ്ട്. ഹി ഈസ് ദി തേർഡ് അനോണിമസ് കോ-ട്രാവലർ. ഹി ഈസ് ദി അതർ ട്രാവലർ വിത്ത് അസ്. നമ്മുടെ കൂടെയുള്ള അപരൻ, മറ്റേയാൾ, അദ്ദേഹം യേശു കർത്താവാണ്. കാരണം യേശു കർത്താവിന് ഇഷ്ടം ഇങ്ങനെ നിരാശയിലാണെങ്കിലും വിഷമത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും ആ മനസ്സാണ്, ആ മനസ്സിനെയാണ് യേശു കർത്താവ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ നിരാശയിലും നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ വിഷമത്തിലും നമ്മുടെ ദേഷ്യത്തിലും ഒക്കെ ക്രൈസ്റ്റ് ഈസ് വിത്ത് അസ്. യേശു നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു, നമ്മോട് കൂടെ യാത്ര ചെയ്യും. പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമുക്ക് നൽകുന്ന മറ്റൊരു ശക്തമായ ദൂതാണ്.
നമ്മുടെ യാത്രകളിൽ, നമ്മുടെ നിരാശകളിൽ നമ്മളോട് ഇടപെടുന്ന, നമ്മളോട് കൂടെ സഞ്ചരിക്കുന്ന, നമ്മളോട് കൂടെ ആയിരിക്കുന്ന, നമ്മുടെ ബലഹീനമായ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കുന്ന, അതിനോട് സമ്മതിക്കുന്ന, സംസാരിക്കുന്ന ക്രിസ്തു, അത് നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ഒരുപാട് തിരിച്ചുവരവുകൾക്കും പോകലുകൾക്കും ആ ഒരു വലിയ സുവിശേഷം, ആ ഒരു വലിയ ദൂത് ഇടയാക്കട്ടെ. ആ ഒരു വലിയ തിരിച്ചറിവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ദൈവം നമ്മുടെ നിരാശകളിൽ, നമ്മുടെ പിന്നോട്ട് പോകലുകളിൽ, പിന്മാറ്റങ്ങളിൽ, ലക്ഷ്യമില്ലാതെയുള്ള സഞ്ചാരങ്ങളിൽ, നമ്മുടെ വിഷമത്തിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ. നമ്മളിലെ നന്മകളെ കണ്ടെത്തി ശക്തിപ്പെടുത്തി മുൻപോട്ട് നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതയാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമീതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? പൊന്നിൻ ചിറകു നിനക്കുമീതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമാരിയോ നിന്നെ ആലട്ടായൻ പൊന്മകനെ? സൂര്യനിൻ താപമോ ഘോരമാരിയോ നിന്നെ ആലട്ടായൻ പൊന്മകനെ? ജീവിതയാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വൈഷമ്യമാം മേടുകളെ എങ്ങനെ നീ കടക്കും? എങ്ങനെ നീ യോർദാനിന്റെ അക്കരെ ചെന്നു ചേരും? നിൻ തോണിയിൽ കർത്തൻ യേശുവുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥനാഗാനമുണ്ടോ? നിൻ തോണിയിൽ കർത്തൻ യേശുവുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? പുത്തൻ ഗാനാലാപം പാടി സ്തുതിക്കുവാൻ ഹൃത്തിട് സ്വർഗീയ ശാന്തിയുണ്ടോ? ജീവിതയാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? ജീവന്റെ മാർഗമോ നാശത്തിൻ പാതയോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വിശ്വാസത്തിൻ തോണിയാതിൽ പോകുന്ന യാത്രക്കാരാ, പാറക്കെട്ടിൽ തട്ടാതെ നീ അക്കരെ ചെന്നിടുമോ? ഓളങ്ങൾ സാഗരത്തിൽ ജീവിത തോണി ഉലഞ്ഞിടുമ്പോൾ, ഓളങ്ങൾ സാഗരത്തിൽ
തോണി ഉലഞ്ഞിടുമ്പോൾ ആരുണ്ട് കൈത്താങ്ങാൻ, ആരു സഹായിക്കും? കപ്പിത്താൻ യേശുവല്ലാതെ നിന്നെ. ജീവിത യാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ വീണ്ടെടുക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വീണ്ടും ഒരു കർത്താവെ ദിവസം കൂടി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കാണുവാൻ, കർത്താവിൻ്റെ വചനം ആഴമായി ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതിന് അനുസരിച്ച് ഞങ്ങളെല്ലാവരും കർത്താവെ ഒരു യാത്രയിലാണെന്ന ചിന്തയോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം, യാത്രയിൽ ഞങ്ങൾ ഒപ്പം കൂട്ടുന്ന ആളുകളോട് സംസാരിപ്പാൻ, ഇടപെടുവാൻ, അവരുടെ വിഷമങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരോടൊപ്പം ചേരുവാൻ, കർത്താവെ, യാത്രകൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെയൊക്കെ ദൈവിക സാന്നിധ്യമൊക്കെ കണ്ടെത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന യേശുവിനെ, ഏത് പ്രയാസത്തിൻ്റെ മധ്യത്തിലും ഓളങ്ങളുടെ കർത്താവെ മധ്യത്തിലും യേശുവാണ് എൻ്റെ കൂടെയുള്ളത് എന്ന് തിരിച്ചറിവോടുകൂടി സഞ്ചരിപ്പാൻ തക്കവണ്ണം അനേകരെ കർത്താവെ ദൈവമേ, അനേകർക്ക് ബലമായി നിൽക്കുന്ന യേശുവിനെ കർത്താവെ കാണിച്ചു കൊടുപ്പാൻ ഞങ്ങളുടെ യാത്രകളൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രകളിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് കർത്താവെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, ഒരുപാട് രോഗങ്ങളെ ഞങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് കർത്താവെ, ഒരുപാട് പ്രശ്നങ്ങളെ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിലും എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എൻ്റെ കർത്താവ് സകലത്തിനും ഒരു വിടുതൽ നൽകുമെന്ന വിശ്വാസത്തോടുകൂടി ആ തോണിയിൽ സഞ്ചരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മകളാലും അവിടുന്ന് നിന്റെ മക്കളെ എല്ലാം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതലും ആശ്വാസവും അവിടുന്ന് കൽപ്പിച്ചാക്കണമേ. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ, നീ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട ശക്തിയും ബലവും കർത്താവ് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരസ്പരം കൈകോർത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, കർത്താവെ, പാട്ടുകാരൻ ചോദിക്കുന്നത് പോലെ നിന്റെ നാവിൽ പ്രാർത്ഥനാ ഗാനമുണ്ടോ? നീ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുവാൻ നീ മറന്നു പോകുന്നുണ്ടോ? കർത്താവെ, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗാനങ്ങൾ ഉരുവിട്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ മുൻപോട്ട് കടന്നു പോകുവാൻ, ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ അനേകരെ ഞങ്ങൾ ആകർഷിച്ച് ദൈവത്തെങ്കിലേക്ക് കൂട്ടിവരുത്തുവാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും എല്ലാ നന്മകളാലും അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിന് 1000 നന്ദി. കർത്താവെ, വീണ്ടും കാണുന്നത് വരെയും തിരിച്ചറിയുന്ന മറവിൽ എല്ലാവരെയും മറച്ച് സൂക്ഷിച്ച് പരിപാലിക്കണമേ. ഞങ്ങൾ പിരിയുമ്പോൾ പിരിയാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങളോട് കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും, പ്രിയമുള്ളവരെ, നാം എല്ലാവരോടു കൂടെയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ നമ്മുടെ വിഷയങ്ങളോടുകൂടെയും എല്ലാ നമ്മുടെ ആവശ്യങ്ങളോടുകൂടെയും എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച നിങ്ങൾ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ മെർലി ആൻറ്റിയോടും സങ്കീർത്തനം വായിച്ച ഷീജായോടും പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച അന്നമ്മ ആൻറ്റിയോടുമുള്ള പ്രത്യേക നന്ദി കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പ്രാർത്ഥന ഉണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ പാട്ട് പാടാൻ നമുക്കൊരാളെ വേണം. എളുപ്പം ഒന്ന് വോളണ്ടിയർ ചെയ്യണേ. പാട്ട് പാടുന്നത് പുതിയ ആളുകളൊന്ന് വോളണ്ടിയർ ചെയ്താട്ടെ.
രണ്ട് പാടുന്നുണ്ടല്ലേ? ഹലോ അച്ഛാ, രണ്ട് ഇംഗ്ലീഷ് പാട്ട് പാടും. രണ്ട് ഇംഗ്ലീഷ് പാട്ട് ആരാ? പഠിക്കണം. പേര് മേളിയൻറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, കേട്ടോ? ഓക്കെ ആൻറ്റി. സങ്കീർത്തനം അച്ഛാ, ശോഭ ജോൺസൺ ഉണ്ട് ഇവിടെ, പൂനെയിലാണ്, മമ്മിയിലാണ്. സോ അവർക്ക് ഓക്കെ നെക്സ്റ്റ് വീക്ക് മമ്മി ബൈബിൾ വായിക്കും. ഓക്കെ, Psalm 45. സോറി, Psalm 45. Psalm 45. Okay. Yeah. Psalm 45. Psalm Psalm 45. 45. Yeah. Okay. And Acha, one more thing for the prayer. Also, ആന്റിയോട് പറഞ്ഞാൽ മതി. ഞാൻ പറയാം. മമ്മി ഉണ്ട്. I don't think she's അത് മ്യൂട്ടഡ് ആണ്. No problem. It's okay. ആന്റിയോട് പറഞ്ഞാൽ മതി. It's okay. ഞാൻ പറയാം, മമ്മിയോട് പറയാം. So പ്രാർത്ഥിക്കുന്നത് we need someone for prayer. Prayer also my auntie wants to do next week. പ്രാർത്ഥന Chennai. She's from Chennai actually. is she joining with us? Last week she joined. This week she could not. But when we asked her, she told next week I would like to pray. ആന്റിയുടെ പേരെന്നാ? Usha auntie. Usha. This is Shamal, no? Yeah, Shamal. Yeah. Shamal, എനിക്ക് ഒരു മെസ്സേജ് ഒന്ന് ഇട്ടേക്കണേ ആന്റിമാരുടെ പേര്. ഉഷ ആന്റി. Usha. Okay. Yes. Thank you. Welcome. അതെ, അല്ല, മദ്രാസിൽ കുറച്ച് തമിഴും മിക്സ് ആവുകയെ. It's okay. No problem. It's okay. Thank you for joining with us. It's always great to have friendship and extended fellowship. അപ്പോൾ അടുത്ത ആഴ്ച മെർലി ആൻറ്റി പാട്ട് പാടും, ശോഭ ആൻറ്റി സങ്കീർത്തനം വായിക്കും, ഉഷ ആൻറ്റി പ്രാർത്ഥന ചെയ്യും. Okay, thank you. Have a good weekend. God bless you. Thank you. Acha. Bye. Thank you. Thank you, Acha. Thank you. Thank you, Thank you, Acha. Thank you, Acha. Thank you, Acha. Thank you, Acha. Thank you, Acha.